സൺഡൗൺ അഡ്വഞ്ചറസ് ലാൻഡ്. ഇത് നോട്ടിംഗ്ഹാമിൽ നിന്ന് വെറും 21 മൈൽ മാത്രം അകലെയുള്ള കുട്ടികൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാവുന്ന, മുതിർന്നവർക്കും ടൈം സ്പെൻഡ് ചെയ്യാവുന്ന ചെറിയൊരു പാർക്ക്. സ്പ്രിംഗ് സീസൺ തുടങ്ങി, നല്ല വെതറും. കിച്ചനാണ് വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്ത്. ഇന്നാണെങ്കിൽ ഓഫ് ഡേയും. അപ്പം തന്നെ തീരുമാനിച്ചു, എന്നാൽ നമുക്ക് സണ്ടർലാൻഡിൽ പോയാലോ. കുട്ടികൾക്ക് കയറാവുന്ന പല റൈഡുകളിലും ചെറുക്കനെ ഞങ്ങൾ പുഷ് ചെയ്തെങ്കിലും അവന് പേടിയായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ ഈ പന്നിക്കുട്ടികളുടെ ചെറിയ റൈഡിൽ കണ്ട് അവനെ പിടിച്ച് അതിൽ കയറ്റി ഇരുത്തി. ആൾ ഹാപ്പി ആയിട്ടോ. ആൾ പതുക്കെ ഇങ്ങനെ അമ്മയുടെ കൂടെ പതുക്കെ ഇരുന്ന് എൻജോയ് ചെയ്തു. ആമിയാണെങ്കിൽ നല്ല ഹാപ്പിയാണ്. മനു ആണെങ്കിൽ നല്ലതുപോലെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പാർക്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കുട്ടവഞ്ചി. അതായത് വെള്ളത്തിൽ കൂടെ നമ്മളിങ്ങനെ വഞ്ചി പോകുന്ന പോലെ പോവും. പ്രിയയും വാവയും കിച്ചും കൂടെ ഒരു വഞ്ചി കയറി അവർ ഹാപ്പിയായി ടാറ്റയൊക്കെ തന്നിട്ട് യാത്രയായി. കുട്ടവഞ്ചി വരുന്ന വഴിയല്ല അപ്പുറം ഇപ്പുറയൊക്കെ നല്ല അതിമനോഹരമായിട്ട് നല്ല പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം അതൊന്നുമല്ല. സൈഡുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് നമ്മുടെ ദേഹത്തൊക്കെ ഇടും. നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ ദേ പ്രിയയുടെയും കിച്ചുവിൻ്റെയും വാവയുടെ ദേഹത്ത് വെള്ളം വീണാണ്ട് അവർ ഞെട്ടിപ്പോയിണ്ട. ഞാനും ആമിയും മനുവും കൂടെ വേറൊരു കൊട്ടവഞ്ചിയിൽ വന്നു. എൻ്റെ ദേഹത്ത് നല്ലപോലെ വെള്ളം വേണം. ഞാൻ നനഞ്ഞു. ഞാൻ വിചാരിച്ചു വെള്ളം ഒഴിക്കുന്ന കഴിഞ്ഞു, തീർന്നു എന്ന് വിചാരിച്ച്. അങ്ങനെ ചെന്നപ്പോൾ തേടാവുമ്പോൾ എൻ്റെ ദേഹത്ത് നല്ലതുപോലെ വെള്ളം ചീറ്റിച്ച് എന്നെ കുളിപ്പിച്ച് വിട്ട്. ഞങ്ങൾ പിന്നെ പോയത് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ പോകുന്ന പോലെ നല്ല ഫീലാണ്. Howdy folks, and welcome aboard the Rocky Mountain Railroad. Our journey today takes us through Calamity Canyon, through some Indian territory and some wild bandit country. ട്രെയിൻ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഓരോ ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ ആ മനോഹരമായ പാർക്കിനോട് യാത്ര പറഞ്ഞു.